ഫിൽറ്ററും എയറേഷനും ഒന്നും കൊടുക്കാതെ ലൈവ് പ്ലാന്റ് വെച്ച് എങ്ങനെ ഒരു ബൗൾ അക്വേറിയം സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അക്വേറിയത്തിലിടുന്ന നല്ല ഭംഗിയുള്ള ചെറിയ സ്റ്റോൺസാണിത്. 1 കിലോഗ്രാമിന് 100 രൂപയിൽ താഴെ വിലയുള്ളൂ. നന്നായി കഴുകി വൃത്തിയാക്കിയ ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കാണ് സ്റ്റോൺസ് ഇട്ടത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആദ്യം സ്റ്റോൺ ഇട്ട് പിന്നീട് വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു ഡ്രിഫ്റ്റ് വുഡാണ്. ഇതിൻ്റെ മുകളിലാണ് ലൈവ് പ്ലാന്റ് അറ്റാച്ച് ചെയ്തിട്ട് ബൗൾ അക്വേറിയത്തിലേക്ക് ഇടുന്നത്. ഇപ്രാവശ്യം വാങ്ങിയ വാട്ടർ പ്ലാന്റ് ഡയറക്റ്റ് സോയിലിലേക്ക് നടാൻ പാടില്ലെന്ന് അക്വേറിയം ഷോപ്പുകാർ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് വയ്ക്കുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ അത്യാവശ്യം ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ വേണം ലൈവ് പ്ലാന്റ് അക്വേറിയം പ്ലേസ് ചെയ്യാൻ. വെള്ളം ബൗളിലേക്ക് കുത്തി ഒഴിച്ചു കഴിഞ്ഞാൽ സ്റ്റോൺസും ലൈവ് പ്ലാന്റും ഒക്കെ സ്ഥാനം തെറ്റും. അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാക്കി വെള്ളം ഫില്ല് ചെയ്യുക. ഞാനിവിടെ ഗ്ലോ ഫിഷിനെയാണ് വാങ്ങിയിട്ടുള്ളത്. ലൈവ് പ്ലാന്റ് അക്വേറിയത്തിൽ എയറേഷനൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നന്നായ ലൈഫ് സ്പാനുള്ള ഒരു ഫിഷാണ് ഗ്ലോ ഫിഷ്. ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് കൊടുക്കുമ്പോഴാണ് അക്വേറിയവും പെട്ടെന്ന് തന്നെ കേടാവുന്നതും അതുപോലെ ഫിഷ് ചത്തുപോകാനുള്ള ഒരു റീസണും. ഒരു 2 വീക്സ് ഒക്കെ കൂടുമ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു മഗ് വെള്ളം പുറത്തേക്ക് കളഞ്ഞ് അത്ര തന്നെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ 2-3 മാസത്തോളം ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.